ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ് ഇന്ന് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇവിടെ 2 സവാളയും ആണ് എടുത്തിരിക്കുന്നത്. സവാളയും വെളുത്തുള്ളിയും ഇട്ട് വാട്ടുകയാണ്. ഞാൻ സംസാരിക്കുന്നത് വേറെ ഒന്നുമല്ല, ചിക്കൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വാട്ടി കൊടുക്കുക. നന്നായിട്ട് വാട്ടി ശേഷം നമുക്ക് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളിയോടൊപ്പം കൂടി തന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ട് നന്നായിട്ട് ആ ഒരു ചിക്കനും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് എടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞളും നമ്മൾ തൂകി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഒന്ന് എന്ത് ചെയ്യാം, മൂടി വെച്ച് കൊടുക്കുക. അത് നന്നായിട്ട് വേവട്ടെ. വെള്ളമൊന്നും ഒഴിക്കണ്ട, ആ ചിക്കനിലെ വെള്ളം തന്നെ മതി. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ എന്തായെന്ന് നോക്കാം. ചിക്കൻ്റെ വെള്ളമൊക്കെ വന്ന് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. അടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പം നന്നായിട്ട് ഇനി കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് പിന്നെ നമുക്ക് മസാലകൾ ഇടാം. ഞാനിവിടെ ഒരു മസാല എടുക്കുന്നില്ല, ഒരു ചിക്കൻ മസാല മാത്രമേ ഞാനിവിടെ ചിക്കൻ മസാലയും മുളക് പൊടിയുമാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. വേറെ ഒരു പൊടിയും ഇട്ടിട്ടില്ല. അപ്പോൾ ചിക്കൻ പൊടി 3 ടേബിൾ സ്പൂണും മുളക് പൊടി 1 ടീസ്പൂണുമാണ് ഇട്ടത്. എനിക്ക് കണക്കൊന്നും അങ്ങനെയൊക്കെയാണ്. ഇത് ഞാൻ കണ്ടെത്തിയ ചിക്കൻ കറി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് പൊടി. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടുക. ഇത് സിമ്പിളാണ് കേട്ടോ. ഇത് നന്നായിട്ട് വെക്കാനൊക്കെ. ഇനി നമുക്കൊരു തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. 1 പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിതിനെ തിളപ്പിക്കാം. അപ്പോൾ നമ്മൾ തിളപ്പിച്ചിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ കറിവേപ്പില ലാസ്റ്റ് തൂകി കൊടുത്തതാണ് ആ കാണുന്നതൊക്കെ. അപ്പോൾ ഇനി എല്ലാവരും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.